ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ നാളത്തെ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശിവേട്ടൻ കടപ്പാട്ടൂര് നേരത്തെ വരുന്നത് വിളിച്ചറിയിക്കേണ്ടേ? അതിനു വേണ്ടിയിട്ട് ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ, എന്തുണ്ട് വിശേഷം ശിവേട്ട, കാര്യങ്ങൾ ആ, ഒക്കെ എന്തു പറയുന്നു അങ്ങനെ ചോദിക്കുന്നു. അവിടെ എന്തുണ്ട് വിശേഷം, അസുഖമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും, അസുഖമൊക്കെ എത്രയോ ഭേദം എന്ന്. ഇത്രയും ടെൻഷൻ ഉള്ളപ്പോൾ എന്തിനാ വേറെ ടെൻഷൻ എടുത്തു വെക്കുന്നത് എന്ന് ചോദിച്ചതിന് ബാലചന്ദ്രൻ പറയുന്നത്, എനിക്ക് ടെൻഷൻ തുടങ്ങിയത് കൈതയ്ക്കൽ വീട്ടിൽ നിന്നാണ് എന്ന്. അതിന് ഞങ്ങൾ ഒരു പെണ്ണിനെ മാത്രമല്ലേ കെട്ടിച്ചു തന്നുള്ളൂ, ടെൻഷൻ തന്നില്ലല്ലോ എന്ന്. അവളാണ് എനിക്കിപ്പോൾ ടെൻഷൻ തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ആ ടെൻഷൻ തീർക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുന്ന മാത്രമല്ല, ഞാനും രാജീവനും രാവുണ്ണിയ മാമന്റെ മക്കളും ഒക്കെ വരുന്നുണ്ട്. അതാ വൈകുന്നത് എന്നും പറയുന്നു. അവരൊക്കെ ഉണ്ടോ? എല്ലാവരും വന്ന് ടെൻഷൻ തീർക്കണം. വൈജയന്തി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, അവളോട് ഒന്ന് ഉപദേശിക്കണം എന്നും പറയുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ അവിടെയാണ് പ്രശ്നം, ടെൻഷൻ എന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ ടെൻഷൻ തീർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ ബെഡിലേക്ക് ദേഷ്യത്തോടെ എറിയുന്നു. അവിടെ അലീനയും ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ? ഞാൻ എറണാകുളത്തോട്ട് പോണോ? എന്നെ കണ്ടില്ലെങ്കിൽ അവർ തിരിച്ചു പോയിക്കോളുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. നീ അങ്ങോട്ട് പോയാലും മാമച്ചനും എൻ്റെ വീട് തെരഞ്ഞു പിടിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നു. പിന്നീട് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി അലീന അയച്ചു കൊടുത്ത ലൊക്കേഷൻ പ്രകാരം കടപ്പാട്ടൂര് എത്തുന്നു. ശിവൻ ബാലചന്ദ്രനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഞങ്ങൾ 9 പേരുണ്ടാവും, നീ അവിടെ തന്നെ കാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ബാലചന്ദ്രൻ, 9 പേരേ ഉള്ളൂ, ഞാൻ 25 പേരെങ്കിലും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് എന്ന്. ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞിരിക്കുന്ന ബാലചന്ദ്രനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ അടിപൊളി സംഭവങ്ങളാണ് വരാനിരിക്കുന്നത്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.